ഹായ്, campusnews.in എന്ന വെബ്സൈറ്റിൽ പ്രധാനമായും 2 അഡ്വർടൈസ്മെന്റ് സ്ലോട്ടുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ അഡ്വർടൈസ്മെന്റ് 1 അല്ലെങ്കിൽ ആഡ് സ്ലോട്ട് 1 എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഹോം പേജിൽ തന്നെ, അതായത് ഒരാൾ ഏറ്റവും ആദ്യം സൈറ്റ് തുറക്കുമ്പോൾ തന്നെ കാണുന്ന ആഡിനെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, അവിടെ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ബാനർ ആഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പാർട്ട് ടൈം മാർക്കറ്റിംഗ് ജോബ് ഫോർ സ്റ്റുഡൻസ്. ഈ ഒരു സ്പേസ് ആണ് നമ്മൾ ആഡ് 1 എന്നുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് പരിഗണിക്കുന്നത്. ഇവിടേക്കാണ് നമ്മൾ അഡ്വർടൈസ്മെന്റുകൾ ക്ഷണിക്കുന്നത്. അഡ്വർടൈസ്മെന്റ് സ്ലോട്ട് 1. ഈ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ പറയുന്നത് ടോപ്പ് ബാനർ അഡ്വർടൈസ്മെന്റ് എന്നാണ് പറയുന്നത്. ദെൻ ക്യാമ്പസ് ന്യൂസിലുള്ള മറ്റൊരു അഡ്വർടൈസ്മെന്റ് സ്ലോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ക്യാമ്പസ് ന്യൂസിന്റെ സൈറ്റിൽ ഒന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി പോസ്റ്റുകൾ, അതായത് ന്യൂസുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു വ്യക്തി ആ ന്യൂസ് വായിക്കുകയാണെങ്കിൽ, ഇവിടെ ന്യൂസിന്റെ അവിടെ ക്ലിക്ക് ചെയ്തു എന്ന് വായിക്കുകയാണെങ്കിൽ, ഈ ന്യൂസുകളൊക്കെ നമ്മൾ പറയുന്നത് പോസ്റ്റുകൾ എന്നാണ് പറയുന്നത്. പോസ്റ്റിന്റെ ഏറ്റവും താഴെ ന്യൂസ് വായിച്ച് താഴെയായിട്ട് വേറൊരു അഡ്വർടൈസ്മെന്റ് സ്ലോട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് ആഡ് സ്ലോട്ട് 2 എന്നുള്ള പേരിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് പാർട്ട് ടൈം മാർക്കറ്റിംഗ് ജോബ് ഫോർ സ്റ്റുഡൻസ്. അപ്പൊ ഈ ഒരു സ്ലോട്ടും നമ്മൾ അഡ്വർടൈസ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്ലോട്ടിനെ അഡ്വർടൈസ്മെന്റ് 2 എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ദെൻ അത് ഉദ്ദേശിക്കുന്നത് പോസ്റ്റ് ബോട്ടം അഡ്വർടൈസ്മെന്റ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത് ഈ ഒരു ന്യൂസിന്റെ താഴെ മാത്രമല്ല ഈ ഒരു അഡ്വർടൈസ്മെന്റ് കാണാം. ഇതിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ ന്യൂസിന്റെയും താഴെയായിട്ട് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ന്യൂസ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ആഡ് സ്ലോട്ട് 2, അതായത് പോസ്റ്റ് ബോട്ടം ആഡ്. താങ്ക് യു.